എറണാകുളത്ത് വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികൾ നായ്ക്കറിന് പൊടിയെറിഞ്ഞ സംഭവത്തിൽ സഹപാഠികളെയും 2 അധ്യാപകരെയും പ്രതികളാക്കി കേസെടുത്തു പോലീസ്. വിദ്യാർത്ഥിനിക്ക് മാനസിക പിന്തുണ നൽകിയില്ല എന്നതാണ് അധ്യാപകർക്കെതിരായ കുറ്റം. സഹപാഠികളായ 2 പെൺകുട്ടികളും പ്രതികളാണ്. ഫെബ്രുവരി 3-നാണ് നായ്ക്കറിനപ്പൊടി വിതറിയത് മൂലം തെങ്ങോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അസ്വസ്ഥതയുണ്ടായ സംഭവം ഉണ്ടാകുന്നത്. 5 വിദ്യാർത്ഥികൾക്കെതിരെയും 2 അധ്യാപകർക്കെതിരെയുമായിരുന്നു പെൺകുട്ടി പരാതി പറഞ്ഞിരുന്നത്. നായ്ക്കറിനപ്പൊടി വീണതിനെ തുടർന്ന് കുട്ടിക്ക് കടുത്ത ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടേണ്ടിയും വന്നു. മറ്റൊരു കുട്ടിയെ ലക്ഷ്യമിട്ടായിരുന്നു നായ്ക്കറിനപ്പൊടി എറിഞ്ഞതെന്നും വിദ്യാർത്ഥികൾ പരസ്പരം കളിക്കുകയായിരുന്നുവെന്നുമായിരുന്നു സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഇന്നലെ വിദ്യാർത്ഥിനിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സഹപാഠികൾ ചേർന്ന് നായ്ക്കറിനപ്പൊടി തന്റെ ദേഹത്തേക്ക് എറിയുകയായിരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞു. 12-ാം തീയതി വരെ ഞാൻ സ്കൂളിൽ പോയായിരുന്നു. 12-ാം തീയതി എനിക്ക് സഹിക്കാൻ പറ്റാതെ യൂറിൻ പോകണ്ടായിരുന്നില്ല. തുള്ളിയാണ് പോണത്. അത് തന്നെ പോണത് കഷ്ടത്തിലാണ്. അത് തന്നെ പോകണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭാഗ്യം. അപ്പൊ ചോര പോണാലും എൻ്റെ യൂറിൻ പോണത്. പോകുമ്പോ ഞാൻ രാജി എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്ത് ആദ്യം പറഞ്ഞു. ടീച്ചർ പറഞ്ഞു എൻ്റെ അമ്മേനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറുടെ അടുത്ത് പറയട്ടെ മോളേന്ന് രാജി ടീച്ചർ പറഞ്ഞു. ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര തുള്ളിച്ചാടി വന്ന് ടീച്ചർ എന്നെ ഭയങ്കര ഷൗട്ടിങ് ആയിരുന്നു. നിനക്ക് നായ്ക്കറിന വീണ എൻ്റെ വേദന എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഓരോരുത്തരോട്. ഞാൻ അത്രയും മാനസികമായി എന്നെ തളർത്തി കളഞ്ഞു ടീച്ചർ എന്നെ. ശരിക്കും തന്നെ എന്താ പറയാ, ഞാൻ അത്ര ഒരു അധ്യാപകരെന്ന് ഞാൻ കേട്ടിട്ടുമല്ലോ. മക്കളെ പോലെ ചേർത്ത് നിർത്തുക, അവരുടെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് നിർത്തേണ്ട അധ്യാപകർ എന്നെ തളർത്തി കളയുക ചെയ്തേ. ഈ അടി ചെയ്ത് വെക്കണ പിള്ളേർക്കും ഇവർ സേവ് ചെയ്യുന്ന പിള്ളേർക്കെതിരെ തക്കതായ ശിക്ഷ വേണം. അത് നന്നായി പറ്റൂ. ഞങ്ങൾ ഇത്ര അനുഭവിച്ചു, ഞാൻ ഇത്ര അനുഭവിച്ചു. ഇനി ഒരു കൊച്ചിനും ഇത് പറ്റൂല. സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ വീഴ്ചയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പോലീസ് നടപടി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിദ്യാർത്ഥിനിയുടെ അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. നാളെ SLC പരീക്ഷ തുടങ്ങാനിരിക്കെ കടുത്ത ശാരീരിക അസ്വസ്ഥതകളിലൂടെയാണ് കുട്ടി കടന്നുപോയത്. റാഗിംഗ് സംഭവങ്ങളും റാഗിങ്ങിന്റെ പേരിലുള്ള ക്രൂരതകളും നിത്യവാർത്തകളാകുമ്പോഴാണ് സമാന പരാതിയും ഉയരുന്നത്. ജനം, കൊച്ചി.